അങ്ങനെ നൻപൻ ഇന്ത്യയിലെത്തിയിരിക്കുകയാണ്. അതെ, ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് റഷ്യയുടെ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തിയിരിക്കുകയാണ്. എന്താണ് ഈ വരവിന്റെ ഉദ്ദേശം? ഈ മോദി പുടിൻ ഒത്തുചേരലിൽ എന്തൊക്കെ ഗുണങ്ങളാകും നമ്മുടെ രാജ്യത്തിനുണ്ടാവുക? ആഴത്തിൽ തന്നെ പരിശോധിക്കാം. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിലെ ഒരു സുപ്രധാന ഘട്ടത്തെ തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇനി ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇന്ത്യൻ സായുധ സേനയ്ക്കുള്ളിൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു നീക്കം. ഇന്ത്യ റഷ്യയുമായി ചേർന്നുകൊണ്ട് നമ്മുടെ പല യുദ്ധ ഉപകരണങ്ങളുടെ നവീകരണത്തിനുള്ള നീക്കങ്ങളും നടത്തുന്നു എന്നതാണ് ഈ കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടലാണ് Su-30 MKI എന്ന യുദ്ധവിമാനം. Su-30 MKIകളുടെ റിപ്പയറിങ്ങും മറ്റ് നവീകരണങ്ങളുമാണ് മറ്റൊരു പ്രധാന അജണ്ടയായി നിലകൊള്ളുന്നത്. നിലവിൽ 272 Su-30 MKIകൾ ഉണ്ട് നമുക്ക്. അതിൽ 100 വിമാനങ്ങളാണ് നവീകരണത്തിന് ലക്ഷ്യമിടുന്നത്. നമ്മൾ നേരത്തെ 84 യുദ്ധവിമാനങ്ങൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ തദ്ദേശീയ നവീകരണത്തിനായി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ ജെറ്റുകളെ ഏറ്റവും പുതിയ സാങ്കേതിക നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് ഇന്ത്യ റഷ്യയുമായി ചേർന്നുകൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിലൊന്നും തീർന്നിട്ടില്ല കേട്ടോ. നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് നമ്മളെ കാണാനായി മറ്റൊരു നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങാനുള്ള സ്വാതന്ത്ര്യം അവർ തന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളത് ചോദിച്ചു വാങ്ങുക തന്നെ ചെയ്യണം. ഇനി അടുത്തതായി വരാൻ പോകുന്നത് ഇന്ത്യയുടെ ആകാശ യുദ്ധശേഷി വർദ്ധിപ്പിക്കാൻ പോകുന്ന ഒരു വസ്തുവാണ്. അതെ, R-37 ദീർഘദൂര എയർ ടു എയർ മിസൈലാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും ഏറ്റെടുക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന മറ്റൊരു വസ്തു. 300-ന് മുകളിൽ R-37 എയർ ടു എയർ മിസൈലുകളാണ് ഇന്ത്യ ഏറ്റെടുക്കാൻ പദ്ധതിയിടുന്നത്. 200 കിലോമീറ്ററിലധികം പ്രകരശേഷിയുള്ള ഇവയെ ഏറ്റെടുക്കുന്നതിലൂടെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷി മറ്റു ശത്രു രാജ്യങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താകുമെന്നതിൽ സംശയമില്ല. അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റൊരാവശ്യമാണ് S-400, അതുപോലെ തന്നെ പുതിയ S-500 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തൊക്കെ S-400ന്റെ പേര് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയതാണ്. ആദ്യം പാകിസ്ഥാനെതിരായ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ S-400 സംവിധാനം ചെലുത്തിയ ഫലപ്രാപ്തി ചെറുതൊന്നുമല്ല. കൂടാതെ ഇന്ത്യയുടെ ക്ലോസ് ഇൻ വ്യോമ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വെർബ പോർട്ടബിൾ വെരി ഷോർട്ട് റേഞ്ച് ഏരിയൽ ഡിഫൻസ് സിസ്റ്റം, അതായത് വിശ്വരാജ് സിസ്റ്റം പരിഗണനാ വിഷയത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യ റഷ്യ കൂടിക്കാഴ്ചയിൽ ഇടം പിടിക്കുന്ന മറ്റൊരു വിഷയം എന്തെന്നാൽ ബ്രഹ്മോസ് NG ക്രൂയിസ് മിസൈലാണ്. ഭാരം കുറഞ്ഞതും കൂടുതൽ വൈവിധ്യപൂർണവുമായ ബ്രഹ്മോസ് NG സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ പോലെയുള്ള ഭാവി മിസൈൽ വികസനങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ചയിൽ ഏർപ്പെടുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ അടുത്ത തലമുറ മിസൈൽ വകഭേദം എല്ലാ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാന പ്ലാറ്റ്ഫോമുകളിലും ഘടിപ്പിക്കാൻ കഴിയും എന്നത് അതിന്റെ വലിയൊരു ഗുണമായി തന്നെ എടുത്തു പറയണം. കൂടാതെ 400 കിലോമീറ്ററിലധികം ദൂരം പരിധിയും ഇവയ്ക്കുണ്ട്. പാകിസ്ഥാനെതിരായ സമീപകാല പ്രവർത്തനങ്ങളിൽ യുദ്ധത്തിൽ അതിന്റെ ഫലപ്രാപ്തി തെളിയിച്ച ഇന്ത്യ റഷ്യ സൈനിക സഹകരണത്തിന്റെ ഒരു പ്രധാന ഉദാഹരണമായി ബ്രഹ്മോസ് നിലകൊള്ളുന്നു. ഫിലിപ്പീൻസിലേക്കുള്ള വിജയകരമായ കയറ്റുമതിയും ഏഷ്യയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിപണി വിപുലീകരണ ശ്രമങ്ങളും ബ്രഹ്മോസിന്റെ സൂപ്പർസോണിക് വേഗതയും നുഴഞ്ഞുകയറ്റ ശേഷിയും ഇന്ത്യയുടെ സൈന്യത്തിന് മാത്രമല്ല അന്താരാഷ്ട്ര പ്രതിരോധ സഹകരണത്തിന്റെ കാര്യത്തിലും ഇതിനെ ഒരു നിർണായക ആസ്തിയാക്കി മാറ്റിയിരിക്കുകയാണ്.